മുഖ്യമന്ത്രിയെ കല്ലെറിയാനോ വടികൊണ്ടടിക്കാനോ പോയിട്ടില്ല. കരിങ്കൊടി കാട്ടുന്നത് പ്രതിഷേധത്തിന്റെ പ്രതീകമാണെന്നും കെ സുധാകരൻ പറഞ്ഞു. പ്രതിഷേധിക്കാൻ പാടില്ല എങ്കിൽ പിണറായി വിജയന്റെ ഏകാധിപത്യ രാജ്യമായി പ്രഖ്യാപിക്കണം. മുഖ്യമന്ത്രിക്ക് നാണവും മാനവുമില്ല. തന്റെ നാട്ടുകാരനായതിൽ ലജ്ജിക്കുന്നു. ഇനി പ്രവർത്തകരെ തല്ലിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും സുധാകരൻ വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാൻ അവകാശമില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യമാണ് ഇവിടെ? എന്ത് ജനാധിപത്യമാണ്? ഏത് മന്ത്രിമാരുടെയും ഏത് ഭരണകൂടത്തിന്റെയും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിന് അവകാശമില്ലെങ്കിൽ എന്ത് ഡെമോക്രസിയാണ്? ഇത്രയും നറുകെട്ട സംഭവം, ഇത്രയും നാണം കെട്ട സംഭവം ഇയാളെ കാലത്തല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ പോയിട്ടില്ലേ? എവിടെയെങ്കിലും കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതുപോലെ എവിടെയെങ്കിലും CPM-ന്റെ ഗുണ്ടകളും മന്ത്രിയുടെ ബോഡി ഗാർഡുകളും തല്ലാൻ വന്നിട്ടുണ്ടോ? പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുക തല്ലലാണോ? പ്രകടനം നടത്തിയ തല്ലലാണോ? അതൊരു ജനാധിപത്യ പ്രക്രിയയിലെ സമാധാനപരമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയല്ലേ? അതിനെ എങ്ങനെയാണോ നേരിടേണ്ടത്? ഇതാണോ സംസ്കാരം? ഇതാണോ ശൈലി? അതാണോ ജനാധിപത്യം? ഇവിടുത്തെ ജനങ്ങൾ ഉത്തരം പറയണ്ടേ? അയാൾക്ക് നാണമുണ്ടോ ഈ പിണറായിക്ക് പറയാൻ? അദ്ദേഹം അവരെ പരിരക്ഷിക്കാനാണ്, സംരക്ഷിക്കാനാണ് ഈ തല്ല് എന്ന് പറയാൻ അദ്ദേഹത്തിന് നാണവും മാനവും ഉണ്ടോ ചോദിക്കാൻ ഞാൻ. അഭിമാനമുണ്ടോ? ജനങ്ങളോടല്ലേ പറയുന്നത്. വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനമല്ലേ? ഈ നാട്ടിലെ ജനങ്ങളെ മുഖത്ത് നോക്കിയിരുന്ന് പറയാൻ ഇദ്ദേഹത്തിന് ലജ്ജയില്ലേ എന്നാ ഞാൻ ചോദിക്കുന്നത്. എന്റെ നാട്ടുകാരനായത് ഞാൻ അപമാനബോധം കൊണ്ട് തലകുനിക്കുകയാണ്. ഒരു ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചിട്ടില്ല എന്ന് സജി ചെറിയാൻ അടക്കമുള്ള പിന്നെ കിടക്കുന്നതാരാ? സജി ചെറിയാന്റെ മറ്റാരെങ്കിലും ആണോ? ഇനി ഒരു അടി നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയാൽ ആ പ്രതികരണം വളരെ ഗുരുതരമായിരിക്കുമെന്ന് മാത്രം ഞാൻ പിണറായിയെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരുതൽ തടങ്കലിൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നഹാസ് പത്തനംതിട്ടയെയും സഹപ്രവർത്തകരെയും ശബരിമല ഹെൽപ്പ് ഡെസ്കിൽ നിന്നും പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. Youth Congress!